ഒന്ന് എഴുന്നേറ്റ് പോ. എനിക്ക് കുറച്ച് സ്വസ്ഥതയാ വേണ്ടത്. അച്ഛനും അതെ, മോനും അതെ. എന്ത് സംഭവിച്ചാലും കുറ്റം എനിക്ക്. ആ, ഞാനിങ്ങനെ അടിമയായിട്ട് കിടക്കുന്നത് കൊണ്ടല്ലേ? മതി, ഇനി ഇവിടെ ഇരുന്ന് അമ്മയുടെ പരാതി പറഞ്ഞ് കരയാൻ നിൽക്കണ്ട. എനിക്ക് കാണണ്ട കള്ളക്കണ്ണീര്. ഞാൻ കരയുന്നത് കള്ളക്കണ്ണീരാണത്രേ. എന്റെ കാര്യങ്ങളൊക്കെ ഇപ്പോ അവനാണല്ലോ തീരുമാനിക്കുന്നേ. പറഞ്ഞിട്ട് കാര്യമില്ല, നന്നാവില്ല. സംഭവിച്ച എന്താണെന്ന് എന്താടാ പറയാത്തെ? നിനക്ക് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പറയണോ? അയ്യോ വേണ്ട. നിന്റെ അച്ഛൻ ചെയ്ത ചതി കണിമംഗലങ്കരുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ ഞങ്ങളുടെയൊക്കെ നെഞ്ചു കയറി നൃത്തം കളിക്കാന്ന് നീ വിചാരിക്കണ്ടേ? നീതി കെട്ട് കഴിഞ്ഞാ പിന്നെ ചിലപ്പോ ഈ കിടപ്പ് ജീവിതകാലം മുഴുവൻ കിടത്തിക്കളയും ഞാൻ. അതെ അതെ, ഒരു കാര്യം ചോദിക്കട്ടെ? എത്ര സ്റ്റാഫാ മുന്നിലൂടെ കടന്നു പോകുന്നേ? ഒരാളൊന്നും തിരിഞ്ഞു നോക്കുന്ന പോലും ഇല്ല. ഇതെവിടെയാണെന്ന് അറിയില്ല, ആരാണ് നടത്തുന്നതെന്നും അറിയില്ല. ഒരു പക്ഷെ നമ്മൾ ഉറക്കെ സംസാരിച്ച ആളെ കൂട്ടാൻ നോക്കിയാൽ പോലും അത് അപകടമായിരിക്കും. എങ്ങോട്ടൊക്കെയോ മാറ്റുന്നുണ്ട് നമ്മൾ. ഒരു സുരക്ഷിതത്വം ഇല്ലാതെ എത്ര നാളായി. എപ്പോഴെങ്കിലും ഒരു അവസരം കൺമുന്നിൽ വരും, അപ്പൊ രക്ഷപ്പെടാൻ പറ്റും. എനിക്ക് എന്റെ മോളുടെ അടുത്ത് എത്താൻ പറ്റും. അതൊക്കെ എന്റെ വിശ്വാസം. മൊത്തത്തില് ലക്ഷണം കണ്ടിട്ട് ഒരു മെന്റൽ ഹോസ്പിറ്റൽ പോലെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ആരോ ബഹളം വെക്കുന്ന ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. ശ്യാമേ, ചിലപ്പോ നമ്മളെയും ഭ്രാന്തുള്ളവരാക്കി മാറ്റാനായിരിക്കോ? പറയാൻ പറ്റില്ല എടുത്തി. ദുഷ്ടത കാണിക്കുന്നവർക്ക് മറ്റൊന്നും ചിന്തിക്കാനില്ലല്ലോ. എനിക്കൊന്നും വേണ്ട എടുത്തി. ഇവന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണം. എനിക്കെന്റെ രാധിക മോളുടെ അടുത്തെത്തി അവളുടെ മടിയിൽ കിടന്ന് മരിച്ചാലും സാരമില്ല. ശ്യാമ വിഷമിക്കല്ലേ, എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാവും. അതെ, ഒരു കാര്യം ഒന്ന് പറയട്ടെ. ഭ്രാന്ത് കൂടിയാലും അടങ്ങി ഒതുങ്ങി കിടക്കില്ല. അങ്ങോട്ട്
അറിഞ്ഞില്ല എടുത്തി. പരീക്ഷിക്കാനാണെങ്കിലും ജീവനോടെ ഇട്ടിട്ടുണ്ടല്ലോ ദൈവം. തൽക്കാലം അതോർത്ത് സമാധാനിക്കാൻ എടുത്തി. ശർക്കര കുറച്ചുകൂടെ വേണോ? എല്ലാം പാകത്തിനിട്ടിട്ടുണ്ട് സാറേ. ഒരു കളർ വന്നില്ലേ? ഇവിടെ എന്തെങ്കിലും ചെയ്യണോ? അയ്യോ വേണ്ട, ഞങ്ങൾ ചെയ്തോളാം. അത് ഞാൻ ചെയ്യാം. കൊണ്ടോ? വേണ്ട, എരിവ കൈയൊക്കെ നീറുവേ. അങ്ങതാ തനിക്ക് ചെയ്യാമെങ്കിൽ എനിക്കും ചെയ്തൂടെ? അതെ, സൂത്രത്തിൽ ഇയാളുടെ ടെക്നിക്കൽ ഒന്ന് പഠിച്ചെടുക്കാനമ്മേ. നാളെ ഇയാളുമായിട്ട് ഒരു കോമ്പറ്റീഷന് നമുക്കൊരെണ്ണം വേറെ തുടങ്ങേണ്ടി വന്നാലോ? അമ്മയും മോനും കൂടി എനിക്ക് കോമ്പറ്റീഷൻ തരാൻ പോവാ. രാധികയോട് മത്സരിക്കാനൊന്നും പറ്റില്ല. അതാരെ കൊണ്ടും പറ്റില്ല എന്ന് ഉറപ്പാ. പിന്നെ എന്തിനാമേ നമ്മൾ പരീക്ഷ എഴുതിയിട്ട്? ജയിക്കുന്ന പ്രശ്നം എന്തായാലും ഇല്ലല്ലോ. അതെ അതെ, ഒരു പിടി അത് നന്നായിട്ടൊന്ന് തൂകിയാ മതി. ഒരു പീടി. ഓ, ഇതാണോ ഒരു പിടി? ഇതല്ലേ ഒരു പിടി എന്ന് പറഞ്ഞാലേ നമ്മുടെ കയ്യിൽ എത്ര കൊള്ളുവോ അതല്ല. നമ്മളൊരു കൈ പിടിക്കുമ്പോ നമ്മുടെ കയ്യിലുള്ളിൽ എത്ര കൊള്ളുന്നോ അതായിരിക്കണം. അല്ലെങ്കിൽ പിന്നെ എന്തിനാ അളവുണ്ടാക്കുന്ന? എല്ലാം കൂടെ കുത്തി മറിച്ചും കിട്ടാൻ. താൻ ചൂടാവതേ, ഞാനതൊക്കെ പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ. പഠിച്ചു വരുന്നതേ ഉള്ളൂ, പക്ഷെ തലയിക്കട്ട കാസലായിട്ടുണ്ട്. അമ്മേ, കറക്റ്റ് അല്ലേ?